ഗാർഹികാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിച്ചതോടെ ആശങ്കയിലാണ് കുടുംബങ്ങളും. വില വർധന കുടുംബ ബജറ്റ് താളം തെറ്റിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. തിരൂരിൽ നിന്നും സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പശ്ചിമേഷ്യയിലെ യുദ്ധം കൊണ്ട് പൊള്ളലേൽക്കുന്നത് നമ്മുടെ അടുക്കളകളിലാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരൂരിലെ ഒരു വീട്ടിലാണ്. ഇവിടെ നോമ്പ് കാലമായതുകൊണ്ട് തന്നെ വൈകിട്ടത്തേക്കുള്ള ഒരുക്കങ്ങൾ, നോമ്പുതുറയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് വീട്ടമ്മമാരൊക്കെ തന്നെ ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ഈ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെ നോക്കി കാണുന്നു? പ്രതിസന്ധിയാ അല്ലേ? കഷ്ടപ്പാടാണ്. വൈകിട്ട് പാചകമൊക്കെ ഗ്യാസുമ്മ തന്നെയാണ്. അപ്പോൾ ഗ്യാസിന് ഇപ്പോൾ ഇത്ര വില കൂടിയ കാരണം ഇപ്പോൾ നോമ്പായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സബ്സിഡി ഒന്നും ഇപ്പോൾ ഇല്ല, മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്കിംഗ് കാലയളവ് ഏകദേശം 25 ദിവസമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഗ്യാസ് തീർന്നാലൊക്കെ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ ഗ്യാസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അടുപ്പത്തേക്ക് പോവാറില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്താൽ പെട്ടെന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അത് അത്രയും ബുദ്ധിമുട്ടാണ്. നമുക്ക് നോമ്പും കൂടിയാണ്, ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടമായിട്ടാണ് തോന്നുന്നത്. നേരെ വിറകെടുക്കുക, ഇപ്പുറത്ത് അടുപ്പ് പുകയിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ചെന്ന് എത്തുന്നുണ്ട്. പക്ഷേ ഇത്തരം സംവിധാനങ്ങളില്ലാത്ത ഒരുപാട് വീടുകൾ കൂടി ഈ പരിസര പ്രദേശങ്ങളിലുണ്ട്. ഗ്യാസിനെ മാത്രം ആശ്രയിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാവും അല്ലേ? അതെ. ഈ നോമ്പൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് ഒക്കെ കിട്ടിയിട്ടില്ലാണ്ടെങ്കിൽ എന്താവും അവസ്ഥ? ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. വേഗം തീരും ഗ്യാസ്. രാവിലെ അത്താഴത്തിന്റെ സമയത്തൊക്കെ തീർന്നാ പിന്നെ കാര്യമില്ലല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്താഴത്തിന്റെ സമയത്തൊക്കെ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അടുപ്പത്ത് നിൽക്കാൻ പറ്റൂലല്ലോ. നമുക്ക് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എല്ലാം ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഗ്യാസ് അല്ലേ, പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഗ്യാസ് കിട്ടുന്നില്ലല്ലോ. സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇനി കാലയളവ് കൂടി 25 ദിവസത്തെ ദൈർഘ്യം കൂടി വർദ്ധിച്ചതോടെ വലിയ പ്രതിസന്ധിയിലാവാൻ സാധ്യത ഉണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, അപ്പോൾ ഗ്യാസിനാണ് വർദ്ധിക്കുന്നത്. ഇത് ഇവിടുത്തെ കുടുംബത്തെ താറുമാറാക്കാണ്. സാധാരണക്കാരാണ് വലിയ ബഡ്ജറ്റ് താറുമാറാവുകയാണ്. എന്തായാലും അധികാരികൾ കൃത്യമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം.